രാജ്യദ്രോഹ കുറ്റം ചെയ്തയാൾ, രാജ്യത്തെ ജനവിഭാഗങ്ങൾ തമ്മിൽ സംഘർഷമുണ്ടാക്കാൻ ശ്രമിച്ചയാൾ, അയാൾ അനാരോഗ്യവാനായാൽ, അയാൾക്ക് പ്രായമായാൽ ആ കുറ്റം കുറ്റമല്ലാതാകുമോ? ഇതാണ് ഇപ്പോൾ ഉയരുന്നൊരു പ്രശ്നം. കഴിഞ്ഞ ദിവസം പാർലമെൻറ്റിൽ, രാജ്യസഭയിൽ ആഭ്യന്തര വകുപ്പിനെക്കുറിച്ചുള്ള ചർച്ചയിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷായും തൃണമൂൽ കോൺഗ്രസ് അംഗം സാകേത് ഗോഖലെയും തമ്മിൽ വാക്കുകളാൽ ഏറ്റുമുട്ടുന്ന കാര്യം വാർത്താമാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നിരുന്നു. തൃണമൂൽ കോൺഗ്രസ് നേതാവായ സാകേത് ഗോഖലെ പറഞ്ഞത് കേന്ദ്ര സർക്കാർ മോദിയെ എതിർക്കുന്ന ആളുകളെയൊക്കെ കേന്ദ്ര ഏജൻസികളെ കൊണ്ട് അന്വേഷിപ്പിച്ച് അകത്താക്കുന്നു എന്നാണ്. അതിനേറ്റവും ഒരു ഉദാഹരണമായിട്ട് അദ്ദേഹം പറഞ്ഞത് ഭീമേ കൊറഗാവൺ കേസിലെ 2018 ജനുവരി 1 നടന്ന ഭീമേ കൊറഗാവൺ സംഘർഷ കേസിലെ പ്രതിയായ 83-കാരനായ സ്റ്റാൻ സ്വാമി എന്ന വൈദികനെ ചികിത്സ പോലും കൊടുക്കാതെ ജയിലിൽ വെച്ച് കൊന്നു എന്നാണ് ആരോപിച്ചത്. ഇക്കാര്യത്തിൽ ദേശീയ അന്വേഷണ ഏജൻസി NIA മുൻ മേധാവി വളരെ വ്യക്തവും വിശദവുമായ മറുപടിയാണ് നൽകിയത്. എന്താണ് ഭീമേ കൊറഗാവൺ കേസ്? 200 വർഷം മുമ്പ്, അതായത് 1818 മഹാരാഷ്ട്രയിലെ മറാത്ത സൈന്യവുമായി ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഏറ്റുമുട്ടുന്നു. ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷുകാർ. പക്ഷേ അന്ന് ആ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സൈന്യത്തിൽ ദളിത് വിഭാഗക്കാർ ഉണ്ടായിരുന്നു. ആ ദളിത് വിഭാഗക്കാർക്ക് വേണ്ടിയാണ് അംബേദ്കറുടെ നേതൃത്വത്തിൽ പിന്നീട് ഭീമേ കൊറഗാവൺ വാർഷിക പരിപാടികൾ നടത്തിയത്. അതിൻ്റെ 200-ാം വാർഷികമായിരുന്നു 2018 ജനുവരി 1. 2017 ഡിസംബർ 31 2018 ജനുവരി 1 നക്സലേറ്റുകൾക്ക് CPIM മാവോയിസ്റ്റുകളുടെ നേതൃത്വത്തിലുള്ള എൽഗാർ പരിഷത്തിൻ്റെ ആഭിമുഖ്യത്തിൽ 2018 ജനുവരി 1 പൂനെക്കടുത്ത ഭീമേ കൊറഗാവൺ എന്ന സ്ഥലത്ത് വെച്ച് വലിയൊരു സമ്മേളനം നടന്നത്. ഈ സമ്മേളനത്തെ തുടർന്ന് സംഘർഷമുണ്ടാവുകയും ആ സംഘർഷത്തിൽ ഒരു യുവാവ് കല്ലേറിൽ കൊല്ലപ്പെടുകയും ചെയ്തു. 5 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഈ സംഘർഷത്തിന് ഉത്തരവാദി നക്സലേറ്റുകളാണെന്ന് അന്വേഷണത്തിൽ തെളിവായതിനെ തുടർന്നാണ് ആ സംഭവങ്ങൾക്ക് ഉത്തരവാദികളായ ആളുകൾക്ക് നേരെ പോലീസ് കേസെടുത്തത്. ആ പ്രതികളിൽ മിക്കവരും മാവോയിസ്റ്റുകളാണ്. അതിൽ ഫാദർ സ്റ്റാൻ സ്വാമി ഉണ്ടായിരുന്നു. അദ്ദേഹം 83-ാമത്തെ വയസ്സിലാണ് അദ്ദേഹം മരിച്ചത്. അദ്ദേഹത്തിന് പാർക്കിൻസൺസ് രോഗമുണ്ടായിരുന്നു. ഇതൊക്കെ സത്യമാണ്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു കമ്മിറ്റി അഭിഭാഷകയും നക്സലേറ്റ് നേതാവുമായ സുധാ ഭരദ്വാജും നക്സലേറ്റായ സ്റ്റാൻ സ്വാമിയും നേതൃത്വം നൽകുന്ന പെർസിക്യൂട്ടഡ് പ്രസനേഴ്സ് സോളിഡാരിറ്റി കമ്മിറ്റി, ആ കമ്മിറ്റിയാണ് ഈ പരിപാടികൾക്ക് എല്ലാവിധ പിന്തുണയും നൽകിയത്. അതായത് പൂർണ്ണമായും മാവോയിസ്റ്റുകളുടെ നേതൃത്വത്തിലുള്ളൊരു പരിപാടിയായിരുന്നു. ഇന്ത്യയിൽ സംഘർഷമുണ്ടാക്കുകയായിരുന്നു എന്നുള്ളതായിരുന്നു അവരുടെ ഉദ്ദേശം. ജനവിഭാഗങ്ങൾ തമ്മിൽ സംഘർഷമുണ്ടാക്കുകയായിരുന്നു അവരുടെ ഉദ്ദേശമെന്ന് വളരെ വ്യക്തമാണ്. അതുകൊണ്ടാണ് അവിടെ സംഘർഷമുണ്ടായത്. ഇതോടൊപ്പം മലയാളിയായ നക്സലേറ്റ് റോണ വിൽസൺ, സുരേന്ദ്ര ഗാൻലിംഗ്, വരവര റാവു, അദ്ദേഹവും നക്സലേറ്റ് നേതാവാണ്. അരുൺ ഫെറേറി, അദ്ദേഹം നക്സലേറ്റ് നേതാവാണ്. വെർണോൺ ഗോൺസാൽവൻസ്, അങ്ങനെ നിരവധി പേരെ ആ ആളുകൾക്ക് നേരെ കേസെടുത്തു. പക്ഷെ ഇവിടെ NIA മേധാവി ആയിരുന്ന മോഡി ചൂണ്ടിക്കാണിക്കുന്ന കാര്യം, പാർലമെൻറ്റിനകത്ത് തൃണമൂൽ കോൺഗ്രസ് നേതാവ് സാകേത് ഗോഖലെ പറഞ്ഞത് സ്റ്റാൻ സ്വാമിക്ക്, അസുഖം ബാധിച്ച സ്റ്റാൻ സ്വാമിക്ക് ദ്രാവകം കുടിക്കാനുള്ള സിപ്പർ പോലും NIA കൊടുത്തില്ല എന്നാണ് പറഞ്ഞത്. പക്ഷേ ഇതിനെക്കുറിച്ച് മോദി പറയുന്നത്, NIA മേധാവിയായിരുന്ന മോദി പറയുന്നത്, അന്ന് മഹാരാഷ്ട്രയിലെ സർക്കാർ കോൺഗ്രസ് അനുകൂല സർക്കാരായിരുന്നു. 2018 ജനുവരിയിൽ, അല്ലെങ്കിൽ അതിനുശേഷം അന്വേഷണം നടന്നതിന് ശേഷം ജൂണിലും ആഗസ്റ്റിലുമൊക്കെ അവിടെ ഉണ്ടായിരുന്നത് മഹാരാഷ്ട്രയിൽ ഉദ്ധവ് താക്കറയുടെ നേതൃത്വത്തിലുള്ള ഉദ്ധവ് ശിവസേനയും അവരെ പിന്തുണയ്ക്കുന്ന NCPയും കോൺഗ്രസും ചേർന്നുള്ള സർക്കാരായിരുന്നു. ആ സർക്കാരിൻ്റെ നിയന്ത്രണത്തിലാണ് മഹാരാഷ്ട്രയിലെ ജയിൽ പ്രവർത്തിക്കുന്നത്. ജുഡീഷ്യൽ കസ്റ്റഡിയിൽ കിടക്കുന്ന ഒരു പ്രതിക്ക് സിപ്പർ കൊടുക്കണോ വേണ്ടയോ എന്നൊക്കെ തീരുമാനിക്കുന്നത് ജയിൽ അധികൃതരാണ്. സിപ്പർ കൊടുക്കുന്നതിനെതിരായിട്ട് NIA കോടതിയെ സമീപിച്ചിട്ടില്ല. കോടതിയുടെ നിയന്ത്രണത്തിലാണ്, അല്ലെങ്കിൽ സർക്കാരിൻ്റെ നിയന്ത്രണത്തിലാണ് ആ ജയിൽ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ സിപ്പർ കൊടുക്കാത്തതിൻ്റെ ഉത്തരവാദി NIA ആണെന്ന് പറയുന്നത് ഒരു പ്രചരണം മാത്രമാണ്. കാരണം
ആയിരക്കണക്കിന് സിപ്പറുകളാണ് NIAക്കും കേന്ദ്ര സർക്കാരിനുമെതിരെ പ്രചരണം നടത്താനായിട്ട് ശേഖരിച്ചത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇവർക്ക് സിപ്പർ സ്റ്റാൻ സ്വാമിക്ക് കിട്ടുക എന്നുള്ളതായിരുന്നില്ല ഇവരുടെ ഉദ്ദേശം. കാരണം സ്റ്റാൻ സ്വാമിക്ക് സിപ്പർ കിട്ടണമെങ്കിൽ മഹാരാഷ്ട്രയിലെ ജയിൽ അധികൃതർ, അതായത് മഹാരാഷ്ട്രയിലെ സർക്കാർ, അവർ വിചാരിച്ചാൽ ഒരു സിപ്പർ നൽകാൻ പറ്റും. അപ്പം സിപ്പറല്ല പ്രശ്നം, സിപ്പറിൻ്റെ പേരിൽ പ്രചരണം നടത്തുകയായിരുന്നു. അതുകൊണ്ടാണ് മഹാരാഷ്ട്രയിലെ ആയിരക്കണക്കിന് സ്ഥലങ്ങളിൽ നിന്ന് സിപ്പറുകൾ ശേഖരിച്ച് ഇതൊരു പ്രചരണമായുധമാക്കിയത്. അതേപോലെ തന്നെയാണ് ഈ കോടതി നടപടികൾ വൈകിപ്പിച്ചതും ആര് തന്നെയാണ്? ഇതേ നക്സലൈറ്റുകളും അവരെ സഹായിക്കുന്ന അർബൻ നക്സലുകളും മറ്റ് സംഘടനകളുമായിരുന്നു. കാരണം അവരുടെ ഉദ്ദേശം അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യക്കെതിരെ പ്രചരണം നടത്തുക എന്നുള്ളതാണ്. അതുകൊണ്ട് നിരവധി കേസുകൾ അവർ നൽകി. ഈ ഓരോ തവണയും പലരും കേസുകൾ നൽകും തോറും നിയമ നടപടികൾ നീണ്ടു പോവുകയാണ് ചെയ്യുന്നത്. അപ്പം ഇവരുടെ ഉദ്ദേശം ഈ പ്രതികളെ രക്ഷിക്കുക എന്നുള്ളതായിരുന്നില്ല, അല്ലെങ്കിൽ പ്രതികളെ കുറ്റവിമുക്തരാക്കാനുള്ള ശ്രമങ്ങൾ നടത്തുക എന്നതായിരുന്നില്ല, മറിച്ച് പ്രതികളുടെ പേരിൽ രാഷ്ട്രീയമായ മുതലെടുപ്പ് നടത്തുക എന്നുള്ളതായിരുന്നു. അതുകൊണ്ടാണ് ഈ സിപ്പർ വിവാദം ഉണ്ടാക്കിയത്. സിപ്പറിനെ കുറിച്ചൊക്കെ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വരെ വാർത്ത വന്നു. സത്യത്തിൽ മഹാരാഷ്ട്രയിലെ ഉദ്ധവ് താക്കറെ സർക്കാർ വിചാരിച്ചാൽ അവർക്ക് സിപ്പർ കിട്ടിയിട്ടില്ലെങ്കിൽ സിപ്പർ കൊടുക്കാവുന്നതേ ഉള്ളൂ. സിപ്പർ കൊടുക്കാൻ പാടില്ല എന്ന് ദേശീയ അന്വേഷണ ഏജൻസി ഒരു കോടതിയിലും ആവശ്യപ്പെട്ടിട്ടില്ല. സുപ്രീം കോടതിയും ഹൈക്കോടതിയും ഒക്കെ തന്നെ ഈ കേസിലെ പ്രതികളുടെ ജാമ്യം നിഷേധിക്കുകയാണ് ചെയ്തത്. അപ്പം തികച്ചും കോടതി ഇവർക്കെതിരെ തെളിവുകളുണ്ട് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അന്വേഷണത്തിലൂടെയാണ് കുറ്റപത്രം നൽകിയത്. കോടതിയിൽ നൽകിയ കുറ്റപത്രത്തിൽ ദേശീയ അന്വേഷണ ഏജൻസി നടത്തിയ അന്വേഷണത്തിൻ്റെ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് കുറ്റപത്രം നൽകിയത്. അങ്ങനെ രാജ്യത്തിനെതിരെ റിവോൾട്ട് നടത്തുക, അല്ലെങ്കിൽ ജനങ്ങൾക്കിടയിൽ വിഭാഗീയത ഉണ്ടാക്കിയ ആളുകൾക്കെതിരെ ന്യായമായും ചുമത്തേണ്ട വകുപ്പുകൾ ചുമത്തിക്കൊണ്ട് കേസുകൾ എടുക്കേണ്ടത് അന്വേഷണ ഏജൻസിയുടെ ചുമതലയാണ്. അങ്ങനെയിരിക്കെ അതിൻ്റെ പേരിൽ, സിപ്പറിൻ്റെ പേരിൽ, കേസുകളുടെ പേരിൽ അന്വേഷണ ഏജൻസിക്ക് നേരെ തിരിയുന്നത് എന്തുകൊണ്ടാണ്? ഇതൊരു അന്താരാഷ്ട്ര തലത്തിലുള്ള ഗൂഢാലോചനയാണ്. ആ ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസ് നേതാവ് സാകേത് ഗോഖലെയും പാർലമെൻറ്റിൽ സംസാരിക്കുന്നത് എന്നുള്ളതാണ് വളരെ ദുഃഖകരമായ കാര്യം. അപ്പോൾ NIA തെറ്റായ രീതിയിൽ ചിത്രീകരിക്കുകയാണ് ഇവരുടെ ഉദ്ദേശം. അല്ലാതെ ഗോഖലെ പറഞ്ഞതുപോലെ ട്രൈബൽ വർക്കറായിരുന്നു സ്റ്റാൻ സ്വാമി, അദ്ദേഹം പാതിരിയായിരുന്നു, അദ്ദേഹം എങ്ങനെ മരിച്ചെന്ന് നമുക്കറിയാമോ എന്ന് അദ്ദേഹം ചോദിക്കുന്നത് അദ്ദേഹത്തെ കൊന്നതാണെന്നുള്ളൊരു തെറ്റായ ധാരണ ഉണ്ടാക്കാനാണ്. അദ്ദേഹത്തിന് പാർക്കിൻസൺ അസുഖമാണെന്നുള്ളത് ഉറപ്പായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് ജാമ്യം കൊടുക്കേണ്ടത് കോടതിയാണ്. ആ കോടതി അദ്ദേഹത്തിന് ജാമ്യം കൊടുത്തിട്ടിരുന്നില്ല. അദ്ദേഹത്തിന് സിപ്പർ കൊടുക്കണമെന്ന് ഒരു കോടതിയിലും ആവശ്യപ്പെട്ടോ എന്നറിയില്ല. ഏതായാലും ദേശീയ അന്വേഷണ ഏജൻസി അദ്ദേഹത്തിന് സിപ്പർ കൊടുക്കരുത് എന്ന് പറഞ്ഞിട്ടില്ല. സിപ്പർ കൊടുക്കാൻ മഹാരാഷ്ട്രയിലെ സർക്കാരിന് കഴിയുമായിരുന്നു, ആരത് ചെയ്തില്ല. അപ്പോൾ 2018 ജനുവരി 1 നടന്ന അക്രമത്തിൻ്റെ പേരിൽ എൽഗാർ പരിഷത്ത് നേതാക്കൾക്കെതിരെ എടുത്ത കേസാണ് ഭീമ കൊറോഗോൺ കേസ്. അതിൻ്റെ പേരിൽ കേന്ദ്ര സർക്കാരിനെ വിമർശിക്കുന്നത് എന്തിനാണ്? കാരണം അവിടെ എന്തെങ്കിലും ഫെസിലിറ്റി കൊടുക്കണമെങ്കിൽ അത് സംസ്ഥാന സർക്കാരാണ് കൊടുക്കേണ്ടത്. ഇനി ഇല്ലെങ്കിൽ അവർക്ക് കോടതിയിൽ പോവാം. ഇവിടെ തന്നെ അമേരിക്കയിലെ പല സംഘടനകളും ഇവർക്ക് വേണ്ടി വന്നു എന്നുള്ളതാണ് ഒരു കാര്യം. കാരണം ഇതിൽ തന്നെ മലയാളിയായിട്ടുള്ള റോണ വിൽസൺ, ആ റോണ വിൽസൻ്റെ കമ്പ്യൂട്ടറിൽ നിന്നാണ് രാജീവ് ഗാന്ധിയെ തമിഴ്നാട്ടിൽ വെച്ച് കൊലപ്പെടുത്തിയതിന് സമാനമായ രീതിയിൽ മോദിയെയും നരേന്ദ്രമോദിയെയും കൊലപ്പെടുത്തണം എന്ന് ആവശ്യപ്പെടുന്ന കത്ത് അദ്ദേഹത്തിൻ്റെ കമ്പ്യൂട്ടറിൽ നിന്ന് കണ്ടെത്തിയത്. പക്ഷേ അമേരിക്കയിലെ മസാച്യുസെറ്റ്സിലെ ആർസന കൺസൾട്ടിംഗ് എന്ന ഡിജിറ്റൽ ഫോറൻസിക് വിഭാഗം പെട്ടെന്ന് പറയുകയാണ് ഈ കളൊക്കെ ഇദ്ദേഹത്തിൻ്റെ കമ്പ്യൂട്ടറിലേക്ക് നിക്ഷേപിച്ചതാണ്. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് ജാമ്യം കൊടുക്കണമെന്നാണ് പറയുന്നത്. പക്ഷേ NIA പറഞ്ഞു ഈ പ്രധാനമന്ത്രിക്കെതിരായിട്ടുള്ള വധശ്രമം അല്ലെങ്കിൽ അങ്ങനെ അദ്ദേഹത്തെ കൊലപ്പെടുത്തണം എന്ന് പറയുന്ന കത്ത് ഏതായാലും കുറ്റപത്രത്തിലില്ല. അപ്പോൾ കുറ്റപത്രത്തിലില്ലാത്തൊരു കാര്യത്തിലെ തെളിവുകളെക്കുറിച്ചുള്ള സംശയങ്ങൾ ഉന്നയിച്ചാൽ അതിൻ്റെ പേരിൽ അവർക്ക് ജാമ്യം കൊടുക്കുകയോ അവരെ കുറ്റത്തിൽ നിന്ന് വിമുക്തരാക്കുകയോ ചെയ്യേണ്ട കാര്യമില്ല എന്നാണ് NIA വാദിച്ചത്. അത് കോടതി അംഗീകരിക്കുകയും ചെയ്തു. പക്ഷേ ഇവിടെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ ഇന്ത്യക്കെതിരെ പ്രചരണം നടത്താൻ, ഇന്ത്യയുടെ അന്വേഷണ ഏജൻസികൾക്കെതിരെ പ്രചരണം നടത്താനാണ്, ഇന്ത്യയിൽ ജനാധിപത്യമില്ല എന്ന് പ്രചരിപ്പിക്കാനാണ് പലരും ശ്രമിച്ചത്. അപ്പോൾ ഇതിന് കൂട്ടുനിൽക്കുകയാണ് ഇപ്പോൾ പാർലമെൻ്റ് അകത്ത് വെച്ച് സാകേത് ഗോഖലെ ചെയ്തത്. സത്യത്തിൽ അവിടെ മനുഷ്യാവകാശപരമായ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, തടവുകാർക്ക് സിപ്പർ കൊടുക്കുക അങ്ങനത്തെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കേണ്ടത് അന്നത്തെ മഹാരാഷ്ട്ര സർക്കാരായിരുന്നു. പക്ഷെ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇത് കേന്ദ്ര സർക്കാരിനെതിരായ ഒരു പ്രചരണായുധമാക്കി മാറ്റാനാണ് ശ്രമിച്ചത്. അത് നക്സലേറ്റുകളാണെങ്കിലും അവരെ പിന്തുണയ്ക്കുന്ന അർബൻ നക്സലുകളാണെങ്കിലും മറ്റുള്ളവരാണെങ്കിലും.
അവരൊക്കെ തന്നെ ചെയ്തത് അവർക്ക് ഈ കേസിലെ ഇൻവോൾവ് ആയ ആളുകളെ കുറ്റവിമുക്തരാക്കി കൊണ്ടുവരാനുള്ള ശ്രമങ്ങളെല്ലാം നടത്തിയത്, മറിച്ച് അവർ വ്യാപകമായ രീതിയിൽ കേന്ദ്ര സർക്കാരിനെതിരെ പ്രചരണം നടത്താൻ വേണ്ടി, ഇപ്പോൾ സിപ്പറിൻ്റെ പേരിൽ പോലും സംസ്ഥാന വ്യാപകമായിട്ട് സിപ്പറുകൾ കളക്ട് ചെയ്തൊരു ക്യാമ്പയിൻ നടത്താനാണ് ഉദ്ദേശിച്ചത്. അതേപോലെ തന്നെ കേസുകൾ, നിരവധി കേസുകൾ സുപ്രീം കോടതിയിലും ഹൈക്കോടതിയിലും ഒക്കെ തന്നെ കേസുകൾ കൊടുത്ത് ഇതിനെ ഒരു കോംപ്ലിക്കേറ്റഡ് ആക്കി മാറ്റിക്കൊണ്ടിരിക്കുകയായിരുന്നു അവർ ചെയ്തത്. അപ്പോൾ ഇതാണ് സാകേത് ഗോഖലെ നടത്തിയ പ്രചരണത്തിൻ്റെ അടിസ്ഥാനം. ഇവിടെ നമുക്ക് ഉയർന്നു വരുന്നൊരു ചോദ്യം, സ്റ്റാൻ സ്വാമിയെക്കുറിച്ച് പലരും പ്രചരിപ്പിക്കുന്നുണ്ട്. പക്ഷേ സ്റ്റാൻ സ്വാമി ഒരു കുറ്റത്തിൽ ഇൻവോൾവ് ആയ ആളാണ്. അയാൾക്ക് 82 വയസ്സുള്ളതുകൊണ്ട് അയാൾ ആകില്ല എന്ന് പറയാൻ കഴിയില്ല. കാരണം ആ കുറ്റത്തിന് പല രീതിയിലുള്ള പ്രേരണ നൽകാം, ഉപദേശം നൽകാം, സഹായം നൽകാം, പല രീതിയിലുള്ള ഒരാൾക്ക് കുറ്റത്തിൽ ഇൻവോൾവ് ആവാം. അയാൾ നേരിട്ട് പോയി ബോംബെറിയണമെന്നോ കല്ലെറിയണമെന്നോ എന്നില്ല. അപ്പോൾ അത് ഇല്ല എന്ന് തെളിയിക്കേണ്ടത്, അല്ലെങ്കിൽ ഉണ്ടെന്ന് തെളിയിക്കേണ്ടത് പ്രോസിക്യൂഷൻ ചുമതലയാണ്, ഇല്ലെന്ന് തെളിയിക്കേണ്ടത് പ്രതിയുടെ ചുമതലയാണ്, അല്ലെങ്കിൽ ആരോപിതൻ്റെ ചുമതലയാണ്. അവരത് ചെയ്യുന്നതിന് പകരം മാധ്യമങ്ങളിലൂടെ സർക്കാരിനെതിരെ പ്രചരണം നടത്തുകയാണ് ചെയ്യുന്നത്. മോദിക്കെതിരായുള്ള ആളുകളെ മുഴുവൻ, ഈ രാജ്യം മുഴുവൻ കേസിൽ കൊടുക്കുന്നു എന്നുള്ള രീതിയിലാണ് വരുന്നത്. സത്യത്തിൽ യാഥാർത്ഥ്യമായിട്ട് പോലും ബന്ധമില്ലാത്ത, കാരണം അവർക്ക് വേണമെങ്കിൽ കോടതിയെ സമീപിക്കാം. കോടതിയാണ് ഇവർക്ക് ദീർഘകാലം ജാമ്യം കൊടുക്കാതിരുന്നത്. ഇന്ത്യയിലെ കോടതികളാണ്, അത് ഹൈക്കോടതിയായാലും സുപ്രീം കോടതിയായാലും ഇവർക്ക് ജാമ്യം കൊടുക്കുന്നതിനെതിരായിരുന്നു. നേരത്തെ ഇത് പൂനെയിലെ പോലീസാണ് അന്വേഷിച്ചത്, പിന്നീടാണ് ദേശീയ അന്വേഷണ ഏജൻസി ഈ കേസ് അന്വേഷണം ഏറ്റെടുത്തത്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു പ്രശ്നങ്ങളിൽ യഥാർത്ഥ കുറ്റവാളികളെ രക്ഷിക്കാൻ വേണ്ടിയാണ് അവർക്ക് പ്രായമുണ്ടായിരുന്നു, അവർക്ക് പാർക്കിൻസൺ അസുഖം ഉണ്ടായിരുന്നു തുടങ്ങിയ വാദങ്ങളൊക്കെ ഉന്നയിക്കുന്നത്. പാർക്കിൻസൺ അസുഖം ഉണ്ടെങ്കിലും പ്രായമുണ്ടെങ്കിലും കുറ്റവാളി തന്നെയാണ്. പക്ഷേ അവർക്കത് കോടതിയാണ് അത് ശിക്ഷയിൽ ഇളവ് കൊടുക്കണോ വേണ്ടയോ എന്നൊക്കെ തീരുമാനിക്കുന്നത്. അപ്പോൾ ഇവിടെ വ്യാപകമായ രീതിയിലുള്ള പ്രചരണം കേന്ദ്ര സർക്കാരിനെതിരായിട്ട് അല്ലെങ്കിൽ രാജ്യത്തിനെതിരായിട്ട് തന്നെ പ്രചരണം നടത്താനാണ് രാജ്യവിരുദ്ധ ശക്തികൾ ശ്രമിക്കുന്നത്. പലരും അവരുടെ കയ്യിലെ പാവയാവുകയാണ്, അല്ലെങ്കിൽ തങ്ങളുടെ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി ഇത്തരത്തിലുള്ള ശക്തികളെ പിന്തുണയ്ക്കുകയാണ് പല രാഷ്ട്രീയ പാർട്ടി നേതാക്കളും ചെയ്യുന്നത് എന്നുള്ളത് തന്നെയാണ് സാകേത് ഗോഖലെയുടെ പാർലമെൻറ്റിലെ പ്രസംഗം വ്യക്തമാക്കുന്നത്.